അനില്ല കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യം പറയാൻ പോണത് നിൽ റാഡിക്കൾ ആൻഡ് ജാക്കബ്സൺ റാഡിക്കൾ എന്താണെന്ന്. നിൽ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നിൽപൊട്ടന്റ് എലമെന്റ്സ് ഇൻ എ റിംഗ്. നിൽപൊട്ടന്റ് എലമെന്റ്സ് നമുക്ക് എന്താണെന്ന് അറിയാം. നിൽപൊട്ടന്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 1. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അതാണ്. എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇപ്പൊ 0 മാത്രം, 0 റൈസ് ടു 1 0 ആണല്ലോ. അപ്പൊ എൻ ഗ്രേറ്റർ ദാൻ 1 ആവണ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണ കേസിൽ എക്സ് റൈസ് എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടണമെങ്കിൽ ആ എക്സുകളിനെ നമ്മൾ നിൽപൊട്ടന്റ് എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ അത് അങ്ങനെയുള്ള എല്ലാ നിൽപൊട്ടന്റ് എലമെന്റ്സിന്റെയും ഫുൾ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എന്താ പറയാ, നിൽ റാഡിക്കൽ എന്ന് പറയാ. അപ്പൊ ആദ്യത്തെ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നിൽപൊട്ടന്റ് എലമെന്റ്സ് ഇൻ എ റിംഗ് എ ഈസ് എ ഐഡിയൽ. അതൊരു ഐഡിയൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നിൽ റാഡിക്കൽ അതൊരു ഐഡിയൽ ആണെന്ന് കാണിക്കും. പിന്നെ ഐഡിയൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഈറ്റ വെച്ചിട്ടാ. എ ഓവർ ഈറ്റനെ കുറിച്ച് ആലോചിക്കാം. കാരണം എന്താ, ഒരു ഐഡിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഷ്യന്റ് റിങ്ങിനെ കുറിച്ച് ആലോചിക്കാമല്ലോ. അതുകൊണ്ട് അപ്പൊ എ ഓവർ എൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഷ്യന്റ് റിംഗ് ഉണ്ട്. ഈ എ ഓവർ എന്ന് പറയുന്ന കോഷ്യന്റ് റിംഗിന്റെ ഉള്ളിൽ ഇനി എന്തുണ്ടാവില്ല, നിൽപൊട്ടന്റ് എലമെന്റ്സ്. അത് നിൽപൊട്ടന്റ് എലമെന്റ്സ് ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും ഒരു നിൽപൊട്ടന്റ് എലമെന്റ് ഏത് റിംഗ് എടുത്താലും ഉണ്ടാവും. കാരണം 0 റൈസ് ടു 1 എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് 0 എന്ന് പറയുന്നത് എപ്പോഴും നിൽപൊട്ടന്റ് എലമെന്റ് ആയിരിക്കും. പക്ഷെ 0 അല്ലാത്ത ഒരാൾ പോലും ഈ എ ഓവർ എന്നിൽ എന്താവില്ല, നിൽപൊട്ടന്റ് ആവില്ല. എ ഓവർ എന്നിലെ 0 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഓവർ എന്നിലെ ഐഡന്റിറ്റി അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈറ്റ എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിൽ റാഡിക്കലിന് ഉദ്ദേശിച്ചാണ് പറയണത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൂഫിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡിയൽ എന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതൊരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കും. പിന്നെ ഐഡിയലിന്റെ പ്രോപ്പർട്ടി, അതായത് റിംഗിലെ ഒരു എലമെന്റ് ഇൻറ്റു ഐഡിയലിലെ ഒരു എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൽ തന്നെ ഉണ്ടാവണം, ഐഡിയലിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ ആ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0 റൈസ് ടു 1 0 അല്ലേ. അതുകൊണ്ട് 0 എന്ന് പറയുന്നത് നിൽപൊട്ടന്റ് ആണ്. 0 എവിടെ ഉണ്ടാവും, ഈറ്റയിൽ ഉണ്ടാവും. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതിലുണ്ടാവും, നമ്മുടെ നിൽ റാഡിക്കലിന്റെ ഈറ്റ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുണ്ട്, 0 ഉണ്ട്. ഇനി അടുത്തത് ഈറ്റ. അപ്പൊ ഈറ്റ നോൺ എംപ്റ്റി അല്ലേ, അവർ രണ്ട് എക്സും വൈ കൊടുക്കാൻ പറ്റും. ഇനി എന്ത് കെട്ടണം, ആ എക്സ് പ്ലസ് വൈ എവിടെ ഉണ്ടാവണം, ഈറ്റയിൽ ഉണ്ടാവണം. അപ്പൊ എക്സും വൈയും ഈറ്റയിലുള്ളതുകൊണ്ട് എക്സ് റൈസ് ടു എം എന്തായിരിക്കും, 0 ആയിരിക്കും. വൈ റൈസ് ടു സം എന്നും എന്തായിരിക്കും, 0 ആയിരിക്കും. വേറെ എൻ കോമ എം ഗ്രേറ്റർ 0. ഗ്രേറ്റർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ എമ്മും 0 കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3 അങ്ങനെയാണ് പോവാ. അപ്പൊ എക്സ് പ്ലസ് വൈ, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ എക്സ് ഉണ്ട്, എക്സ് ഈറ്റയിൽ ഉണ്ട്, വൈ ഈറ്റയിൽ ഉണ്ട്. അതുകൊണ്ട് എക്സ് റൈസ് സം എന്നും വൈ റൈസ് സം എമ്മും എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷെ ഇനി നമുക്ക് എക്സ് പ്ലസ് വൈ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാണിക്കണം, എക്സ് പ്ലസ് വൈ ഓൾ റൈസ് ടു സം 6 എന്തായിരിക്കണം, 0 ആയിരിക്കണം. പക്ഷെ ഈ 6 നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഈ 6 നമ്മ ഓട്ടോമാറ്റിക്കലി അല്ല, നമ്മ ഒരു മെത്തേഡ് വഴി ചൂസ് ചെയ്യുന്നത് എം പ്ലസ് എൻ മൈനസ് 1 ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഓൾ റൈസ് ടു എം പ്ലസ് എൻ മൈനസ് 1 ആണ് എന്ത് കിട്ടാൻ, നമുക്ക് 0 കിട്ടാം. അത് ഇനിയുള്ളത് പ്രൂഫ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടേക്ക്. ഇത് ഡയറക്റ്റ് എഴുതി വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൽ എക്സ് പ്ലസ് വൈ ഓൾ റൈസ് എം പ്ലസ് എൻ മൈനസ് 1 ഇതിന്റെ നമ്മ ബൈനോമിയൽ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ എന്താ വരാ, എൻ സി 0 എക്സ് റൈസ് ടു എം പ്ലസ് എൻ മൈനസ് 1 പ്ലസ് എൻ സി 1. എൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മോളിൽ കിടക്കുന്ന പവർ, ആ പവർ C1 എക്സ് റൈസ് ടു എം പ്ലസ് എൻ മൈനസ് 2 വൈ. അതുപോലെ അത് നമ്മൾ ജസ്റ്റ് ഒരു എ പ്ലസ് ബി ഓൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ എഴുതില്ലേ, അതുപോലെ തന്നെ എ പ്ലസ് ബി ഓൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ എഴുതുന്ന മോഡലിൽ തന്നെയാണ് ഈ എഴുതി വെച്ചത്. ഒന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് ആ എക്സ്പാൻഷൻ അറിയാം. ഈ എക്സ്പാൻഷന്റെ ഉള്ളിൽ ഈ വാല്യൂ, അതായത് ഈ വാല്യൂ, പിന്നെ ഇവിടെ എക്സും വൈയും, ഇവിടെ എക്സ് വൈ, ഇവിടത്തെയും എക്സും വൈ,
ഈ എക്സിന്റെ പവറും വൈയുടെ പവറും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും? നമ്മുടെ ഈ m+n-1 കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഈ എക്സിന്റെ പവറും വൈയുടെ പവറും m+n-1 ആയിട്ടിരിക്കും. ആ കേസിൽ ഒന്ന് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് എഴുതി വെക്കാൻ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് ഒന്നില്ലെങ്കിൽ എക്സ് റേസ്, അതായത് ഇപ്പൊ ഞാൻ ഇതിനെ ഫോർ എക്സാമ്പിൾ എക്സ് റേസ് ടു ആറ് വൈ റേസ് ടു എസ് എന്ന് പറഞ്ഞെടുക്കാണ്. അപ്പൊ r+s എന്തായിരിക്കും? r+s m+n-1 ആയിരിക്കും. കാരണം പവർ എപ്പോഴും എന്തായിരിക്കും? ആ ഫസ്റ്റത്തെ കോയിഫിഷ്യന്റ് ഞാൻ എടുക്കണില്ല, ആ സി വെച്ചിട്ടുള്ള കോയിഫിഷ്യന്റ്. ബാക്കിയുള്ളത് എന്തായിരിക്കും? ഈ എക്സ് റേസ് ടു ആറ് വൈ റേസ് ടു എസ്, ആ r+s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? m+n-1. ഇനി അപ്പൊ നമുക്കറിയാം എക്സ് റേസ് ടു എന്നും വൈ റേസ് ടു എം ആണ് നമ്മൾ എക്സ് റേസ് ടു എമ്മും വൈ റേസ് ടു എൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞെടുത്താണ്? 0 എന്ന് പറഞ്ഞെടുത്താണ്. ഒന്നില്ലെങ്കിൽ ഈ ആറ് എന്ന് പറയുന്നത് എമ്മിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് എന്നിനേക്കാളും വലുതായിരിക്കും. ഇതെപ്പോഴും അതായത് ഒന്നില്ലെങ്കിൽ ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും, ഓർ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എപ്പോഴും ആയേ പറ്റൂ. കാരണം എക്സ്പാൻഷന്റെ കേസ് ഒരു എക്സാമ്പിൾ എടുത്ത് എഴുതി വെക്കാൻ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടാവില്ല. അതായത് എക്സ് റേസ് ടു ആറ് വൈ റേസ് ടു എസ്, അതിൽ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആറ് ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കും, ആറ് ഗ്രേറ്റർ ദാൻ എം ആയിരിക്കും, അല്ലെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കും ആ എക്സ്പാൻഷനിൽ എപ്പോഴും. അപ്പൊ എക്സ് റേസ് ടു ആറ് ഗ്രേറ്റർ ദാൻ എസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എസ് ഇൻറ്റു എക്സ് റേസ് ടു ആ എസ്, ഇപ്പൊ ആറ് ഈക്വൽ ടു ആറ് വലുതാണല്ലോ, അപ്പൊ എസ് പ്ലസ് ഒരു 3 4 അങ്ങനെയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എസ് ഇൻറ്റു എക്സ് റേസ് ടു 3. പക്ഷെ നമുക്ക് എന്താ എക്സ് റേസ് ടു എസ് അല്ല, എക്സ് റേസ് ടു എം. കാരണം നമുക്ക് ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്നല്ലേ കിട്ടണേ. അപ്പൊ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു 3 4 അങ്ങനെ ഏതൊരു നമ്പർ ആയിരിക്കും. എന്നാലാണോ നമുക്ക് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു 3 എന്ന് പറയുന്നത് എക്സ് റേസ് ടു m+3 അല്ലേ. ആറ് എന്ന് പറയുന്നത് വലുതായി എമ്മിനേക്കാളും. അതിനർത്ഥം ഈ എക്സ് റേസ് ടു എം എപ്പോഴും വരും. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എക്സ് റേസ് ടു എം നമ്മൾ 0 എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഓർ നമുക്ക് എന്താ പറയാം? വൈ റേസ് ടു എസ് എന്തായിരിക്കും? വൈ റേസ് ടു എൻ ഇൻറ്റു വൈ റേസ് ടു സം ഒരു വേറൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും, ഒരു 4 5 അങ്ങനെയാന്നിരിക്കട്ടെ. എന്നാലും വൈ റേസ് ടു എൻ എന്തായാലും പോയിക്കോളും, 0 ആയിക്കോളും. അതായത് ഇതിനർത്ഥം എന്താ? ഈ എക്സ്പാൻഷൻ മൊത്തം എഴുതിയണേല്, അതായത് നമ്മുടെ ആ m+n-1 ഓൾറെഡി ആ എടുത്തണേലുള്ള എക്സ്പാൻഷൻ, ഈ മൊത്തത്തിലുള്ള എക്സ്പാൻഷനിൽ ഒന്നില്ലെങ്കിൽ എക്സിന്റെ ടൈം 0 ആയിരിക്കും, അല്ലെങ്കിൽ വൈയുടെ ടൈം 0 ആയിരിക്കും. അതിനർത്ഥം എന്താ? ഈ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു m+n-1 എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് എഴുതി വെച്ചാൽ മതി എപ്പോഴും. പക്ഷെ ഇത് പഠിച്ചു വെക്കണം, ഈ m+n-1 അത് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതായത് എക്സ് റേസ് ടു എൻ 0 ആണ്, എക്സ് റേസ് ടു എം 0 ആണ്, വൈ റേസ് ടു എൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ റേസ് ടു എന്താണ് 0 ആവണേന്ന് നമ്മൾ എപ്പോഴും പറയണം. എക്സ് പ്ലസ് വൈ റേസ് ടു m+n-1 ആയിരിക്കും എപ്പോഴും 0 ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ എവിടെ ഉണ്ടെന്ന് കിട്ടി? അവിടെ നിൽ റാഡിക്കലിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് ഈറ്റ എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? ഒരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. അതായത് എക്സും വൈയും ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എവിടെയുണ്ട്? ഈറ്റയിൽ ഉണ്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ അതെന്തായി? അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആയി. അപ്പൊ ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഐഡിയലിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. എന്താ? എ ബിലോങ്സ് ടു എ എടുത്തു, ഒരു എക്സ് ബിലോങ്സ് ടു ഈറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ എ എക്സ് എവിടെ ഉണ്ടാവണം? ഈറ്റയിൽ ഉണ്ടാവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഈറ്റ ചെയ്തതിന്റെ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ആണ്. കാരണം അത് നിൽ റാഡിക്കലിനുള്ളിലുള്ളതാ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കാണ് എ എക്സ് ഓൾ റേസ് ടു എൻ എടുത്തു. അതെന്താ? എ റേസ് ടു എൻ എക്സ് റേസ് ടു എൻ, അതെന്താ? 0 അല്ലേ? അതുകൊണ്ട് എ എക്സ് എന്തായിരിക്കും? നിൽ പൊട്ടന്റ് ആയിരിക്കും. എ എക്സ് എവിടെ ഉണ്ടാവും? ഈറ്റയിൽ ഉണ്ടാവും. അതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ എക്സ് ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എൻ എക്സ് റേസ് ടു എൻ. എ റേസ് ടു എൻ അല്ല, എക്സ് റേസ് ടു എൻ 0 ആയതുകൊണ്ട് 0 ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പൊ എ എക്സ് ഓൾ റേസ് ടു എൻ 0 എന്ന് കിട്ടി. അതായത് എ എക്സ് എന്ന് പറയുന്നത് നിൽപ്പൊട്ടന്റ് എലമെന്റാ. അതായത് എ എക്സ് എവിടെ ഉണ്ടാവും? നമ്മുടെ നിൽപ്പൊട്ടന്റിന്റെ കളക്ഷൻ ഈറ്റയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി? ഈറ്റ ഒരു ഐഡിയൽ ആന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഈറ്റ ഒരു ഐഡിയൽ ആന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താന്ന് പ്രൂവ് ചെയ്യണം? ഈ എ പ്ലസ്, അപ്പൊ ഈറ്റ ഐഡിയൽ ആന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ഓവർ ഈറ്റനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഈ എ ഓവർ ഈറ്റയില് ഇനി നിൽപ്പൊട്ടന്റ് എലമെന്റ്സ് ഒന്നും ഇല്ല.
എന്തായാലും ഒരു നിൽപൊട്ടന്റ് എലമെന്റ് ഏതായിരിക്കും? ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും. എയോറിനിൽ അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാ? ഈറ്റ. അപ്പൊ ഈറ്റ ഒഴിച്ച് വേറെ ഏത് എലമെന്റ് എടുത്താലും അതെന്താവില്ല, നിൽപൊട്ടന്റ് എലമെന്റ് ആവില്ല എന്ന് കാണിക്കണം. അപ്പൊ എയോറിനിലെ ഒരു എലമെന്റ് ആണ് ഏത്? എ പ്ലസ് ഈറ്റ, വേറെ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇതൊരു നിൽപൊട്ടന്റ് എലമെന്റ് ആയിട്ട് എടുത്തു. ഇനി നമ്മ എന്താന്ന് കാണിക്കും? ഈ നിൽപൊട്ടന്റ് എലമെന്റ് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കണം. അതിന് ഈ എ പ്ലസ് എൻ നിൽപൊട്ടന്റാന്ന് എടുത്തിട്ട് ഈ എ പ്ലസ് എൻ എന്താന്ന് കാണിച്ചാൽ മതി? ഈറ്റ തന്നെയാന്ന് കാണിച്ചാൽ മതി. എ പ്ലസ് ഈറ്റ എന്താന്ന് കാണിച്ചാൽ മതി? ഈറ്റ തന്നെയാന്ന് കാണിച്ചാൽ മതി. അപ്പൊ എ പ്ലസ് എൻ നിൽപൊട്ടന്റ് ആണെന്ന ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ എടുത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ഈറ്റ ഓൾ റൈസ് ടു സം എൻ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഈറ്റ ആയിരിക്കും. അപ്പൊ എ പ്ലസ് എൻ ഓൾ റൈസ് ടു എ പ്ലസ് ഈറ്റ ഓൾ റൈസ് ടു എൻ എന്ത് തന്നെയാണ്? ഈറ്റ തന്നെയാന്ന് കിട്ടി. ഇവിടത്തെ നമ്മൾ നേരത്തെ 0 നിർത്ത്, ഇവിടെ ഈറ്റ നിർത്തുന്ന കാരണം ഇവിടുത്തെ ഐഡന്റിറ്റി ഈറ്റ ചെയ്ത കാരണമാണ്. അപ്പൊ എ പ്ലസ് ഈറ്റ ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു എൻ പ്ലസ് ഈ എന്താണ്? ഈറ്റ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പകരം നമുക്ക് കിട്ടി. അതായത് എ റൈസ് ടു എൻ പ്ലസ് ഈറ്റ എന്ന് പറയുന്നത് ഈറ്റ എന്ന് കിട്ടി. ഇനി ഞാൻ ഇന്നലെ ഒരു റിസൾട്ട് പറഞ്ഞു, എ പ്ലസ് എച്ച് ഈക്വൽ ടു എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച് എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ റൈസ് ടു എൻ ബിലോങ്സ് ടു ഈറ്റ എന്ന് കിട്ടും. ഓക്കെ, എ റൈസ് ടു എൻ ബിലോങ്സ് ടു ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞാൽ എന്നിട്ടാ നിൽപൊട്ടന്റ് എലമെന്റ്സിന്റെ കളക്ഷനാ. അതിന്റെ എ റൈസ് ടു എൻ ഈറ്റയിലുണ്ടെങ്കിൽ എ റൈസ് ടു എൻ ഓൾ റൈസ് ടു സം എം എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പൊ എ റൈസ് ടു എൻ എം എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. എ റൈസ് ടു എൻ എം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ ഗ്രേറ്റർ ദാൻ 0 തന്നെയല്ലേ? അതുകൊണ്ട് എ എന്തായി? ഇത് എ എന്ന് പറയുന്നത് എന്തായി? ഒരു നിൽപൊട്ടന്റ് എലമെന്റ്. അതുകൊണ്ട് എ എന്ന് കിട്ടി. എ ഈറ്റയിലാണ്. എ ഈറ്റയിലാണെന്ന് നമുക്ക് കിട്ടിയല്ലോ. എ ഈറ്റയിലാണെന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ഈറ്റ എന്ത് തന്നെയായിരിക്കും? ഈറ്റ ആയിരിക്കും. കാരണം എ പ്ലസ് എച്ച് എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച്. അപ്പൊ എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ പ്ലസ് എച്ച് എന്ത് തന്നെയായിരിക്കും? എച്ച് തന്നെ ആയിക്കോളും. അതുകൊണ്ട് എ ബിലോങ്സ് ടു ഈറ്റ ആയതുകൊണ്ട് എ പ്ലസ് ഈറ്റ എന്ത് തന്നെയാവും? ഈറ്റ തന്നെയാവും. ഓക്കെ, അപ്പൊ എ പ്ലസ് ഈറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാന്ന് കിട്ടി? ഈറ്റ എന്ന് കിട്ടി. ഇതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഒരു നിൽപൊട്ടന്റ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാന്ന് കാണിക്കും? നമ്മൾ 0 തന്നെയാന്ന് കാണിക്കും. 0 എന്ത്? ഈറ്റ തന്നെയാന്ന് കാണിക്കും. അതുകൊണ്ട് ഇവിടെ നിൽപൊട്ടന്റ് എലമെന്റ്സ് ആകെ ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കിട്ടും. എവിടെ? എ ഓവർ ഈറ്റയില്. എ ഓവർ എൻ എന്ന് പറഞ്ഞാലും ഇവിടെ എൻ ഈറ്റ തന്നെയായിട്ട് ഒന്ന് മനസ്സിലാക്കിയോളെ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽ റാഡിക്കലിന്റെ വേറൊരു ഡെഫിനീഷൻ പോലെ ആയിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിൽ റാഡിക്കലിന് എങ്ങനെ ഡെഫിനേഷൻ പറഞ്ഞത്? സെറ്റ് ഓഫ് ഓൾ നിൽപൊട്ടന്റ് എലമെന്റ്സ്. നിൽ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഈ നിൽപൊട്ടന്റ് ഇതിന് തന്നെ ഒരു ഇക്വാലന്റ് ആയിട്ടുള്ള വേറെ ഡെഫിനേഷൻ കൂടി വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൈമേഡിയൽസും, അതായത് നമ്മുടെ റിങ് എയിലെ എല്ലാ പ്രൈമേഡിയൽസിന്റെയും ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടണത് എന്ത് തന്നെയായിരിക്കും? ഈ നിൽ റാഡിക്കൽ തന്നെയായിരിക്കും. നിൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെറ്റ് ഓഫ് ഓൾ നിൽപൊട്ടന്റ് എലമെന്റ്സ്. അപ്പൊ നിൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെയൊക്കെ പറയാം? നിൽ റാഡിക്കൽ set of all nilpotent elements or intersection P belongs to A P where P is prime ideal. അതായത് ഏലുള്ള എല്ലാ പ്രൈമേഡിയലിലും ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടാൻ പോണേ? ഈ നിൽ റാഡിക്കൽ തന്നെ കിട്ടാൻ പോണേ. അപ്പൊ അതിന്റെ പ്രൂഫാണ് കാണിക്കാൻ പോണേ. ഇതിന്റെ പ്രൂഫിൽ നമ്മ സോൺസ് ലെമ്മയാണ് യൂസ് ചെയ്യണത്. സോൺസ് ലെമ്മ ഇതില് അത് എത്തുമ്പോ പറയാം. ഇവിടെ എന്താ കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ എന്ന് പറയുന്നത് നിൽ റാഡിക്കൽ ആയിട്ട് എടുത്തു. ഈറ്റ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് പ്രൈമേഡിയൽസ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഈറ്റ ഈക്വൽ ടു ഈറ്റ ഡാഷ് എന്ന് കാണിച്ചാൽ പോരെ? ഒരു രണ്ട്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ട് ഐഡിയലാണ്, ഇത് സെറ്റ് ആണല്ലോ. രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മ ഒന്നിന്റെ സബ്സെറ്റ് ആണ്, മറ്റേ തിരിച്ചുവാണെന്ന് കാണിച്ചാൽ മതി. നമ്മൾ എന്തൊരു കാണിക്കും? ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷ് ആണെന്ന് കാണിക്കും, ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ ആണെന്നും കാണിക്കും. അപ്പൊ അതാണ് ഈ പ്രൂഫിന്റെ മെത്തേഡ്. എങ്ങനെ ഈറ്റ നിൽ റാഡിക്കൽ ഈറ്റ ഡാഷ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈമേഡിയൽസ് എടുക്കും. അത് രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷും ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മ ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? ഈറ്റയിലെ ഒരു എലമെന്റ് എഫ് എടുക്കണം, എഫ് ബിലോങ്സ് ഈറ്റ എടുക്കണം. ഇനി നമ്മ പോയി എന്ത് കാണിക്കണം? എഫ് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് ആണെന്ന് കാണിക്കണം അല്ലെ? അങ്ങനെയാണ് നമ്മ
ഒരു കോമൺ മെത്തേഡിൽ നമ്മൾ സബ്സെറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ എഫ് ബിലോങ്സ് ടു ഈറ്റ എടുത്തു. എഫ് ബിലോങ്സ് ടു ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്. അപ്പൊ എഫ് റേസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. ഇനി പി എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ അല്ലേ? പി എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആയിട്ട് എടുത്തു. ഈ എഫ് റേസ് ടു എൻ 0 അല്ലേ? ഏത് പ്രൈം ഐഡിയൽ എടുത്താലും ഇതൊരു സബ് ഗ്രൂപ്പ് ആയി ഉണ്ടാവില്ല, എന്തായാലും ഐഡന്റിറ്റി ഉണ്ടാവില്ലേ? അപ്പൊ ഈ 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെ ഉണ്ടാവും? 0 എന്ന് പറയുന്നത് എപ്പോഴും പിയിലുണ്ടാവും. ഫോർ എവരി പ്രൈം ഐഡിയൽ പി 0 എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. 0 എന്ന് പറഞ്ഞാൽ എന്തിട്ടാ? എഫ് റേസ് ടു എൻ അല്ലേ? എഫ് റേസ് ടു എൻ എവിടെ ഉണ്ടാവും? പി ഫോർ എവരി പ്രൈം ഐഡിയൽ പി. ഈ എഫ് റേസ് ടു എൻ എന്ന് പറയുന്നത് പിയിലുണ്ട്. പ്രൈം ഐഡിയലിന്റെ ഡെഫിനിഷൻ തന്നെ എന്താ? എക്സ് വൈ ബിലോങ്സ് ടു പി ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു പി ആയിരിക്കും, ഓർ വൈ ബിലോങ്സ് ടു പി ആയിരിക്കും. അങ്ങനെ ഈ എഫ് റേസ് ടു എൻ ബിലോങ്സ് ടു പി ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? എഫ് ബിലോങ്സ് ടു പി എന്ന് പറയാൻ പറ്റുമോ? എഫ് റേസ് ടു എൻ ബിലോങ്സ് ടു പി ആണെങ്കിൽ എഫ് ബിലോങ്സ് ടു പി എന്ന് പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് പല രീതിക്ക് കാണിക്കാം. ഇപ്പൊ എഫ് റേസ് ടു എൻ ബിലോങ്സ് ടു പി ആണ്, അപ്പൊ നമുക്ക് എഫ് ഇൻറ്റു എഫ് റേസ് ടു എൻ മൈനസ് 1 ബിലോങ്സ് ടു പി ആന്ന് കിട്ടും. ഒന്നില്ലെങ്കിൽ എഫ് ബിലോങ്സ് ടു പി ഓർ എഫ് റേസ് ടു എൻ മൈനസ് 1 ബിലോങ്സ് ടു പി. എഫ് ബിലോങ്സ് ടു പി ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് തീർന്നു. അപ്പൊ എഫ് ബിലോങ്സ് ടു പി അല്ലാന്നിരിക്കട്ടെ, അങ്ങനെ എഫ് റേസ് ടു എൻ മൈനസ് 1 ബിലോങ്സ് ടു പി ആയിരിക്കും. അപ്പം പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഇൻറ്റു എഫ് റേസ് ടു എൻ മൈനസ് 2 ബിലോങ്സ് ടു പി എന്ന് എഴുതാം. ഒന്നിലെ എഫ് ബിലോങ്സ് ടു പി അല്ലെങ്കിൽ എഫ് റേസ് ടു എൻ മൈനസ് 2 ബിലോങ്സ് ടു പി. എഫ് ബിലോങ്സ് ടു പി ആണെങ്കിൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? എഫ് റേസ് ടു എൻ മൈനസ് 2 ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞെടുക്കുക. മറ്റേത് അല്ലാന്ന് കാണിച്ച് ഇതിങ്ങനെ പോയി എന്തായാലും എഫ് ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എത്തും. കാരണം ഈ എൻ എന്താ? ഫൈനൈറ്റാ. അതുകൊണ്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെത്തും? എഫ് ഇൻറ്റു എഫ് ബിലോങ്സ് ടു പി എന്ന് കിട്ടും. അതുകൊണ്ട് ഒന്നില് എഫ് ബിലോങ്സ് ടു പി തന്നെ നമുക്ക് എടുത്തേ പറ്റൂ ലാസ്റ്റ്. അപ്പൊ എഫ് റേസ് ടു എൻ ബിലോങ്സ് ടു പി ആയതുകൊണ്ട് എഫ് ബിലോങ്സ് ടു പി ആയിരിക്കും. കാരണം എന്താ? അത് പ്രൈം ഐഡിയലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ബിലോങ്സ് ടു പി ഫോർ എവരി പി. ഫോർ എവരി പി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയായിരുന്നത്. ഫോർ എവരി പിക്ക് എഫ് ബിലോങ്സ് ടു പി ആണ്. അതുകൊണ്ട് എല്ലാ പിക്കും ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവും. അതുകൊണ്ട് എഫ് ബിലോങ്സ് ടു എന്താന്ന് കിട്ടി? ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ ബി ആണ് നമ്മുടെ ഈറ്റ ഡാഷ്. അപ്പൊ എഫ് ബിലോങ്സ് ടു ഈറ്റ എന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് എന്ത് കിട്ടി? എഫ് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് കിട്ടി. അതുകൊണ്ട് ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്തി. ഇനി നമുക്ക് എന്തും കൂടി കാണിക്കണം? തിരിച്ചും കൂടി കാണിക്കണം. ഏത്? ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷ് കാണിച്ചു, ഇനി ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ എന്നും കൂടി കാണിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ എന്ന് കാണിക്കണം. അതിന് നമ്മ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ എന്ന് കാണിക്കുന്ന എഫ് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എഫ് ബിലോങ്സ് ടു ഈറ്റ എന്ന് കാണിക്കണം അല്ലെ? ഇതിന് നമ്മ എന്ത് കാണിക്കുക? കോൺട്രാപോസിറ്റീവ് കാണിക്കുക. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താ? എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഇംപ്ലൈസ് എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് എന്ന് കാണിക്കും. ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഡാഷ്. അതായത് കോൺട്രാപോസിറ്റീവ് ഞാൻ ഇന്നലെ പറഞ്ഞു, പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി ആണെന്ന്. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്താലും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കും? എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഇംപ്ലൈസ് എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് എന്ന് കാണിക്കും. അപ്പൊ എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ അതിന്റെ അർത്ഥം എന്താ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല? നിൽപൊട്ടന്റ് എലമെന്റ് അല്ല. നിൽപൊട്ടന്റ് എലമെന്റ് അല്ലെങ്കിൽ എഫ് റേസ് ടു എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എൻ അല്ലേ? നിൽപൊട്ടന്റ് ആണെങ്കിൽ എഫ് റേസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ സം എൻ. നിൽപൊട്ടന്റ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് റേസ് ടു എൻ ഏത് എൻ എടുത്താലും എന്താവില്ല? 0 ആവില്ല. അതുകൊണ്ട് എഫ് റേസ് ടു എൻ നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി എൻ അത് നമ്മൾ എടുത്തു. ഇനി സിഗ്മ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഈ സിഗ്മ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ ഐഡിയൽസ് ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ ഐഡിയൽസ് സച്ച് ദാറ്റ് എഫ് റേസ് ടു എൻ ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റർ. അതായത് സെറ്റ് ഓഫ് ഓൾ ഐഡിയൽസ് സച്ച് ദാറ്റ് എഫ് റേസ് ടു എൻ ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഫോർ എവരി എൻ. അതായത് സിഗ്മ എന്ന് പറയുന്നത് ഐഡിയൽസിന്റെ കളക്ഷൻ ആണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എഫ് ഉണ്ടാവാൻ പാടില്ല, എഫ് റേസ് ടു 1 ഉണ്ടാവാൻ, എഫ് റേസ് ടു 2 ഉണ്ടാവാൻ പാടില്ല, എഫ് റേസ് ടു 3 ഉണ്ടാവാൻ പാടില്ല, എഫ് റേസ് ടു 4 ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എഫിന്റെ ഒരു പവർ എവിടെ ഉണ്ടാവാൻ പാടില്ല, എയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കളക്ഷൻ ആണ് ഏത്? സിഗ്മയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സിഗ്മയിൽ നമ്മൾ എന്തായാലും ഒരു എലമെന്റ് ഏതായാലും ഉണ്ടാവും. ഏതായിരിക്കും അത്? 0 ആയിരിക്കും. കാരണം എന്താ? എഫ് റേസ് ടു എൻ ഒരിക്കലും എന്താവില്ല? 0 ഫോർ എവരി എൻ. അതുകൊണ്ട് 0 ഏത് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ എഫ് റേസ് ടു എൻ 0 അല്ല. അപ്പൊ എഫ് റേസ് ടു എൻ എന്തായാലും 0 ഐഡിയലിന്റെ ഉള്ളിൽ എടുക്കില്ലല്ലോ, ഉണ്ടാവില്ല. കാരണം എഫ് റേസ് ടു എൻ 0 അല്ലാത്തതുകൊണ്ട് അത് 0ന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഈ സിഗ്മയുടെ ഉള്ളിൽ ആരുണ്ടാവും? 0 ഐഡിയൽ ഉണ്ടാവും. സിഗ്മയുടെ ഉള്ളിൽ 0 ഐഡിയൽ ഉണ്ടാവും. അതിനർത്ഥം സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റാ. ഓക്കെ, ഇനി നോൺ എംപ്റ്റി സെറ്റ് ആണ്
ഇവിടെ നമ്മ ഒരു പാർഷ്യൽ ഓർഡറിങ് കൊണ്ടുവരുന്നത് എങ്ങനെ സബ്സെറ്റ് ഓഫ് എന്ന് പറയുന്നതാണ് പാർഷ്യൽ ഓർഡറിങ്. കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ സെറ്റുകളാണല്ലോ നടക്കണേ. അപ്പൊ ഇതിൽ സബ്സെറ്റ് വെച്ചിട്ട് നമ്മ ഒരു പാർഷ്യൽ ഓർഡറിങ് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പൊ ഒരു നോൺ എംപ്റ്റി സെറ്റ് കിട്ടി. ഇനി പാർഷ്യൽ ഓർഡറിങ് കൊണ്ടുവന്നു. ഇനി നമ്മ സോൺസ് ലെമ്മ അപ്ലൈ ചെയ്യാൻ പോവാ. സോൺസ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർഷ്യൽ ഓർഡേർഡ് നോൺ എംപ്റ്റി സെറ്റില് എവരി ചെയിൻ ഹാസ് ആൻ അപ്പർ ബൗണ്ട് ആണെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് എ മാക്സിമൽ എലമെന്റ്. ഇതാണ് ഏത് സോൺസ് ലെമ്മ. ഈ സോൺസ് ലെമ്മയുടെ ഈ മാക്സിമൽ എലമെന്റ് ആണ് നമ്മുടെ ഏതായിട്ട് ലാസ്റ്റ് അതിലേക്ക് എന്നിട്ട് നമ്മുടെ പ്രൂഫിന്റെ ലാസ്റ്റിലേക്ക് എത്തുന്നത്. ആ സോൺസ് ലെമ്മയുടെ മാക്സിമൽ ഐഡിയയിൽ പി ആന്നൊക്കെ പറഞ്ഞ് ചൂസ് ചെയ്തിട്ട് അത് പ്രൈം ഐഡിയയിലാന്നൊക്കെ കാണിച്ചിട്ട് അങ്ങനെയാണ് നമ്മ എത്തുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് എവിടം വരെ കിട്ടി? സിഗ്മ ഈസ് എ നോൺ എംറ്റി, സിഗ്മ നോൺ എംറ്റി ആണ്. അവിടുത്തെ ഒരു പി ഒ സെറ്റ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ അവിടെ ഒരു ചെയിൻ എടുക്കണ ഏത് എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ഐ. ഇൻഡെക്സ് ആൽഫ എന്ന് പറയുന്നത് ഇൻഡെക്സ്. ഈ ആൽഫ ബിലോങ്സ് ടു ഐ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നല്ല, ജസ്റ്റ് ഇൻഡെക്സുകളാണ്. അപ്പൊ A1 A2 വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പോവാം, എങ്ങനെ വേണമെങ്കിലും ഇൻഡെക്സ് പോവാം. അപ്പൊ ഈ ആൽഫ എന്ന് പറഞ്ഞ ചെയിൻ എടുത്തു. ഇനി ഇതിന് എന്ത് കാണിക്കണം? ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കാണിക്കണം. ഇതിന്റെ അപ്പർ ബൗണ്ട് യൂണിയൻ ആൽഫ ബിലോങ്സ് ടു ഐ എ ആൽഫ ആയിട്ട് എടുത്തു. അതായത് ഇതിലെ എലമെന്റ്സിന്റെ മൊത്തം യൂണിയൻ എടുത്തു. എന്തായാലും ഇതിലെ എല്ലാ എലമെന്റ്സിനും, അതായത് ഇതിലെ ഏത് എലമെന്റ് ഐ എടുത്താലും അത് എവിടെ ഉണ്ടാവും? ഈ യൂണിയന്റെ ഉള്ളിൽ കിടക്കണ്ടാവും. പക്ഷെ ഈ യൂണിയൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ സിഗ്മയുടെ ഉള്ളിൽ കിടക്കുന്ന ആളാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ സാധാരണ ഒരു കേസിൽ യൂണിയൻ എടുത്ത ഐഡിയൽ ആവില്ല, പക്ഷെ ഈ കേസിൽ ഐഡിയലാവും. അതിന്റെ പ്രൂഫ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മ യൂണിയൻ ആൽഫ എടുത്തു. ഇനി അത് എവിടെ ഉണ്ടെന്ന് കാണിക്കണം? ഈ സിഗ്മയുടെ ഉള്ളിൽ ഉണ്ടെന്ന് കാണിക്കണം. സിഗ്മയുടെ ഉള്ളിൽ ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് കാണിച്ചാൽ മതി? എഫ് റൈസ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു യൂണിയൻ എ ആൽഫ, ആൽഫ ബിലോങ്സ് ടു ഐ ഫോർ എവരി എന്നാന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ആൽഫകളും സിഗ്മയുടെ ഉള്ളിലുള്ളതായത് ഒരേ ആൽഫയുടെ ഉള്ളിലും എന്തുണ്ടാവില്ല? എഫ് റൈസ് ടു ഉണ്ടാവില്ല. എഫ് റൈസ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആൽഫ ഫോർ എവരി ആൽഫ ആൻഡ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ 0. കാരണം എന്താ? ആൽഫകളൊക്കെ സിഗ്മയുടെ ഉള്ളില്ല. അപ്പൊ ഒരു ആൽഫയിലും ഇല്ലെങ്കിൽ അതിന്റെ യൂണിയനിൽ ഉണ്ടാവാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ എഫ് റൈസ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു യൂണിയൻ എ ആൽഫ. അതായത് എഫ് റൈസ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു യൂണിയൻ ആൽഫനെ നമ്മ എ എന്ന് പറഞ്ഞ് വിളിച്ചണത്. അപ്പൊ അതുകൊണ്ട് എഫ് റൈസ് ടു ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഫോർ എവരി എൻ ആയത് കാരണം കൊണ്ട് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? സിഗ്മയിൽ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് സിഗ്മയില് ഏത് ചെയിൻ എടുത്താലും നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞ് കിട്ടി? ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടി. അപ്പർ ബൗണ്ട് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സിന്റെ മൊത്തം യൂണിയൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? സോൺസ് ലെമ്മ യൂസ് ചെയ്യാം. സോൺസ് ലെമ്മ പ്രകാരം എന്തുണ്ടാവും? ഈ സിഗ്മയ്ക്ക് ഒരു മാക്സിമൽ എലമെന്റ് ഉണ്ടാവും. ആ മാക്സിമൽ എലമെന്റ് നമ്മൾ എന്തെന്ന് പറഞ്ഞു വിളിച്ചു? പി എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ പി എന്ന് പറയുന്നത് സിഗ്മയുടെ ഒരു മാക്സിമൽ ഐഡിയലാണ്, അല്ല സോറി മാക്സിമൽ എലമെന്റ് ആണ്. ഇനി പീനെ കണ്ടു കഴിഞ്ഞാണ് വേറെ. അങ്ങനെയാണെങ്കിൽ ന്റെ ഉള്ളില് സം എഫ് റൈസ് ടു എം എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. കാരണം പീനെ കണ്ടു കഴിഞ്ഞാണ് പി ഡാഷ് എന്തായാലും എവിടെ ഉണ്ടാവാൻ പറ്റില്ല. പി ഡാഷിന് എവിടെ ഉണ്ടാവാൻ പറ്റില്ല? സിഗ്മയുടെ ഉള്ളിൽ ഉണ്ടാവാൻ പറ്റില്ല. പി ഡാഷ് എന്തായാലും എവിടെ ഉണ്ടാവില്ല? സിഗ്മയുടെ ഉള്ളിൽ ഉണ്ടാവില്ല. സിഗ്മയുടെ ഉള്ളിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എഫ് റൈസ് ടു നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ എവരി തന്നെ. പക്ഷെ സിഗ്മയുടെ ഉള്ളിൽ ഇല്ലെങ്കിലോ എഫ് റൈസ് ടു സം ഒരു പോസിറ്റീവ് എന്തായിരിക്കും? 0 ആയി പോക്കോളും. അതുകൊണ്ട് ഒരു പി സബ്സെറ്റ് ഓഫ് പി ഡാഷ് കിട്ടുകയാണെങ്കിൽ ആ പി ഡാഷിലെ എഫ് റൈസ് ടു പി ഡാഷിലെ ഒരു എഫ് എടുത്തു കഴിഞ്ഞാൽ എഫ് റൈസ് ടു എം, പി ഡാഷിലെ എഫ് അല്ല, പി ഡാഷിലെ ഒരു എലമെന്റിന് എന്തായാലും നിൽപ്പൊട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടും. എഫ് റൈസ് ടു എം ഈക്വൽ ടു 0 ഫോർ എം എം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, if p dash is an element such that p subset of p dash ആണെങ്കിൽ f raised to n belongs to p dash for some n. f raised to n equal to 0 എന്നല്ല, f raised to n belongs to p dash ആണ്. കാരണം നമ്മൾ അങ്ങനെയായിരുന്നല്ലോ സിഗ്മ ചൂസ് ചെയ്തത്. സിഗ്മ ചൂസ് ചെയ്തത് f raised to n does not belongs to a ആയിട്ടുള്ള ഏകളാണല്ലോ. അപ്പൊ p dash എന്തായാലും സിഗ്മയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് f raised to n എവിടെ ഉണ്ടാവും? പിയിൽ ഉണ്ടാവും, അല്ല p ഡാഷിലുണ്ടാവും. ഓക്കെ, അപ്പൊ now we prove that p is a prime ideal. ഇനി നമ്മൾ എന്താ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാണ് പി എന്ന് പറയുന്നത് എന്താന്ന് കാണിക്കും? പ്രൈം ഐഡിയൽ എന്ന് കാണിക്കും. പ്രൈം ഐഡിയൽ എന്ന് കാണിക്കാൻ നമുക്ക് എന്താ വഴി? എക്സ് വൈ ബിലോങ്സ് ടു പി ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു പി ഓർ വൈ ബിലോങ്സ് ടു പി. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാപോസിറ്റീവ്. ഇവിടുത്തെ കോൺട്രാപോസിറ്റീവ് എന്താ വരിക? എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് ഇവിടെ ഓർ എന്ന് പറയുന്നത് ആൻഡ് ആവും. വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി ഇംപ്ലൈസ്
എക്സ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി. ഈ കോൺട്രാപോസിറ്റീവ് ആണ് എന്ത് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോണത്, അതായത് പി പ്രൈം ഐഡിയലാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്തെടുക്കും, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തു. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ഏതായത് പി പ്ലസ് ഐഡിയൽ എക്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാരണം എക്സ് പിയിലില്ല, അതുകൊണ്ട് പി പ്ലസ് ഐഡിയൽ എക്സ് എന്താവില്ല, പി ഒരിക്കലും ആവാൻ പറ്റില്ല. പിന്നേക്കാളും വലിയൊരു ഐഡിയലാണ് ആവാൻ പറ്റുക. അതുപോലെ പി പ്ലസ് ഐഡിയൽ വൈ എന്ന് പറഞ്ഞാലും പിന്നേക്കാളും വലിയൊരു ഐഡിയലിലേക്കാണ് പോണത്. അപ്പൊ പി പ്ലസ് ഐഡിയൽ എക്സും പി പ്ലസ് ഐഡിയൽ വൈനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഈ പി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, പ്യുവർ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ പി പ്ലസ് ഐഡിയൽ എക്സ് ആയിരിക്കും. അതുപോലെ പി എന്ന് പറയുന്നത് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ പി പ്ലസ് ഐഡിയൽ വൈ ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പീനെ കണ്ടുകഴിഞ്ഞാൽ പി ഡാഷ് ഉണ്ടെങ്കിൽ സം എഫ് റേസ് ടു എൻ എവിടെ ഉണ്ടാവും, ആ പി ഡാഷിലുണ്ടാവും. അതുകൊണ്ട് എഫ് റേസ് ടു എൻ എവിടെ ഉണ്ടാവും, പി പ്ലസ് ഐഡിയൽ എക്സിൽ ഉണ്ടാവും. അതുപോലെ എഫ് റേസ് ടു എം എവിടെ ഉണ്ടാവും, പി പ്ലസ് ഐഡിയൽ വൈയിൽ ഉണ്ടാവും. അപ്പൊ അത്രയും ഭാഗം വരെ നമുക്ക് അറിയണം. അപ്പൊ പി എഫ് റേസ് ടു എൻ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, പി പ്ലസ് ഐഡിയൽ എക്സിലും, എഫ് റേസ് ടു എം എന്ന് പറയുന്നത് പി പ്ലസ് ഐഡിയൽ വൈയിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരെ കിട്ടി. എഫ് റേസ് ടു എൻ ബിലോങ്സ് ടു പി പ്ലസ് ഐഡിയൽ എക്സും എഫ് റേസ് ടു എം ബിലോങ്സ് ടു പി പ്ലസ് ഐഡിയൽ വൈയും ഫോർ സം എം കോമ എൻ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ അത് ഐഡിയൽ ആണല്ലോ, പി പ്ലസ് എക്സും പി പ്ലസ് വൈയും. അതുകൊണ്ട് എഫ് റേസ് ടു എൻ ഇൻറ്റു എഫ് റേസ് ടു വൈ എഫ് റേസ് ടു എം എവിടെ ഉണ്ടാവും, ഈ രണ്ട് ഐഡിയലിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് എഫ് റേസ് ടു എൻ ഇൻറ്റു എഫ് റേസ് ടു എം എവിടെ ഉണ്ടാവും, പി പ്ലസ് ഐഡിയൽ എക്സ് ഇൻറ്റു പി പ്ലസ് ഐഡിയൽ വൈ. ഈ പി പ്ലസ് ഐഡിയൽ എക്സ് ഇൻറ്റു പി പ്ലസ് ഐഡിയൽ വൈ അതിന് നമുക്ക് പി പ്ലസ് ഐഡിയൽ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എഫ് റേസ് ടു എൻ പ്ലസ് എം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, എഫ് റേസ് എൻ ഇൻറ്റു എഫ് റേസ് ടു എം എന്ന് പറയുന്നത് എഫ് റേസ് എൻ പ്ലസ് എം ബിലോങ്സ് ടു പി പ്ലസ് ഐഡിയൽ എക്സ് വൈയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ എഫ് റേസ് എൻ പ്ലസ് എം പി പ്ലസ് ഐഡിയൽ എക്സ് വൈയിൽ ഉണ്ടായതുകൊണ്ട് എക്സ് വൈ എവിടെ ഉണ്ടാവാൻ പറ്റില്ല, പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എക്സ് വൈ പിയിൽ ഉണ്ടെന്നിരിക്കട്ടെ, എക്സ് വൈ പിയിൽ ഉണ്ടെങ്കിൽ പി പ്ലസ് എക്സ് വൈ ബിലോങ്സ് ടു പി ആണെങ്കിൽ പി പ്ലസ് ഐഡിയൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി തന്നെ ആയിരിക്കും. അപ്പൊ എഫ് റേസ് ടു എൻ പ്ലസ് വൺ ബിലോങ്സ് ടു പി പ്ലസ് ഐഡിയൽ എക്സ് വൈ ആണ്. അപ്പൊ എഫ് റേസ് ടു എൻ പ്ലസ് വൺ ബിലോങ്സ് ടു പി ആന്ന് പറഞ്ഞു കിട്ടും. പക്ഷെ പി എവിടത്തെ എലമെന്റാ, സിഗ്മയിലെ എലമെന്റാ. സിഗ്മയില് എഫ് റേസ് ടു ഒന്നും എവിടെ ഉണ്ടാവാൻ പാടില്ല, പിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ നമ്മ അങ്ങനെ പറഞ്ഞു വെച്ചാണത്. എന്ത്, എഫ് റേസ് ടു എൻ പ്ലസ് എം ബിലോങ്സ് ടു പി പ്ലസ് ഐഡിയൽ എക്സ് വൈ ആണെങ്കിൽ എക്സ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞ എഴുതി വെച്ചാണത്. അപ്പൊ അതിനർത്ഥം നമുക്ക് എന്ത് കിട്ടി, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആയിട്ട് പി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ആൻഡ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി ഇംപ്ലൈസ് എക്സ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം, പി ഈസ് എ പ്രൈം എന്ന് പറയാം. നമ്മൾ കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്തു, അതുകൊണ്ട് പി ഈസ് എ പ്രൈം ഐഡിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പി ഈസ് എ പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി എഫ് റേസ് ടു എൻ എവിടെ ഉണ്ടാവില്ല, പിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എഫ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. കാരണം എഫ് റേസ് ടു എൻ പിയിൽ ഉണ്ടെങ്കിൽ എഫ് പിയിൽ ഉണ്ടായേനെ. എഫ് റേസ് ടു എൻ പിയിൽ ഇല്ലാത്തതുകൊണ്ട് എഫ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഐഡിയൽ അല്ലേ. അപ്പൊ എഫ് റേസ് ടു എൻ പിയിൽ ഇല്ലാണ്ട് തന്നെ എഫ് പിയിൽ ഉണ്ടായിരുന്നിരിക്കട്ടെ, എഫ് പിയിൽ ഉണ്ടെങ്കിൽ എഫ് ഇൻറ്റു എഫ് ഉണ്ടാവണം, എഫ് ഇൻറ്റു എൻ ടൈംസ് എടുത്താൽ എവിടെ ഉണ്ടാവണം, പ്രൈം ഐഡിയലിൽ ഉണ്ടാവണം. പക്ഷെ ഐഡിയൽ ആണല്ലോ, മറ്റേ ഐഡിയൽ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണം. പക്ഷെ എഫ് റേസ് ടു എൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് എഫ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് എഫ് പിയിൽ ഇല്ലാത്തതുകൊണ്ട് എഫ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, ഇന്റർസെക്ഷൻ പിയിൽ ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രൈം ഐഡിയലിൽ തന്നെ എഫ് ഇല്ല എന്ന് വെക്കുക. അതായത് എഫ് ഒരു പ്രൈം ഐഡിയലിൽ ഇല്ല, അതിനർത്ഥം അതിന്റെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവാൻ പറ്റുമോ, ഇന്റർസെക്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പ്രൈം ഐഡിയലിലും ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രൈം ഐഡിയലിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് എവിടെ ഉണ്ടാവാൻ പറ്റില്ല, ഇന്റർസെക്ഷൻ പ്രൈം ഐഡിയൽ ഉണ്ടാവാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് അതുകൊണ്ട് എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണെന്ന് അറിയാം, ഈ ഇന്റർസെക്ഷൻ പ്രൈം ഐഡിയലിന് ഈറ്റ ഡാഷ് എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഇംപ്ലൈസ് എഫ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് ആണെന്ന് കിട്ടി. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്തായിരുന്നു, എഫ് ബിലോങ്സ് ടു ഈറ്റ ഡാഷ് ഇംപ്ലൈസ് എഫ് ബിലോങ്സ് ടു ഈറ്റ. അതിനർത്ഥം എന്താ, ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി, ഈറ്റ ഡാഷ് സബ്സെറ്റ് ഓഫ് ഈറ്റ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. നേരത്തെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈറ്റ സബ്സെറ്റ് ഓഫ് ഈറ്റ ഡാഷ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ഈറ്റ ഈക്വൽ ടു ഈറ്റ ഡാഷ് എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിൽ റാഡിക്കൽ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ്. ഈ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്, അത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്.
ജേക്കബ്സൺ റാഡിക്കൽ എന്താണ്? ജേക്കബ്സൺ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് പറഞ്ഞു. ജേക്കബ്സൺ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ മാക്സിമൽ ഐഡിയൽ. അതിന് വേറെ ഡെഫിനേഷൻ ഇല്ല. നമുക്ക് നിൽ റാഡിക്കലിന് വേറെ ഡെഫിനേഷൻ ആയിട്ട് സെറ്റ് ഓഫ് ഓൾ നിൽപട്ടൻ എലമെന്റ്സ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലത്തെ ഡെഫിനേഷൻ എവിടെ ഇല്ല, ജേക്കബ്സൺ റാഡിക്കൽ എന്നില്ല. അത് ഡയറക്റ്റ് എന്താ, ഇന്റർസെക്ഷൻ ഓഫ് ഓൾ മാക്സിമൽ ഐഡിയൽ ആണ് എന്ത് ജേക്കബ്സൺ റാഡിക്കൽ എന്ന് പറയുന്നത്. അടുത്ത പ്രിപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് എളുപ്പമാണ്. അതായത് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1 - x ഈസ് എ യൂണിറ്റ് ഇൻ എ. അതായത് ആറിനോട് ഉദ്ദേശിക്കുന്നത് ജേക്കബ്സൺ റാഡിക്കൽ ആണ്. അതായത് എക്സ് ബിലോങ്സ് ടു ജേക്കബ്സൺ റാഡിക്കൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1 - x ഈസ് എ യൂണിറ്റ് ഇൻ എ ഫോർ ഓൾ y ബിലോങ്സ് ടു എ. ഇതൊരു സിമ്പിൾ പ്രൂഫാണ്. ഇതിലൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്നും നോക്കാനായിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത് എക്സാമിന് ചോദിക്കാറുള്ള പ്രൂഫാണ്. ഈ മറ്റേ 5 മാർക്കിന്റെയും 10 മാർക്കിന്റെയും ചോദിക്കാറുണ്ട് ഇത്. ഇനി സം ഓഫ് ഐഡിയൽസും. അതായത് സം ഓഫ് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഐഡിയൽ എ ഉണ്ട്, ഒരു ഐഡിയൽ ബി ഉണ്ട്. അതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് വൈ വേർ എക്സ് ബിലോങ്സ് ടു ഐഡിയൽ എയും വൈ ബിലോങ്സ് ടു ഐഡിയൽ ബിയും. ഇത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഐഡിയൽ ആയിരിക്കും. അതുപോലെ എ മൈനസ് ബിയും എന്തായിരിക്കും, ഒരു ഐഡിയൽ ആയിരിക്കും. അതിലാകെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് എ ഇൻറ്റു ബി നോക്കുക. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമ്മ എക്സ് ഇൻറ്റു വൈ എന്നല്ല എഴുതണ്ടേ. അവിടെ എന്ത് എഴുതണം, സിഗ്മ എക്സ് ഐ വൈ ഐ. അതായത് എക്സ് ഐ ബിലോങ്സ് ടു എയും വൈ ഐ ബിലോങ്സ് ടു ബിയും. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഇതുപോലെയുള്ള ഫൈനൈറ്റ് പ്രൊഡക്ട്സും ഐ ഈക്വൽ ടു 1 to n ഇതുപോലെയുള്ള എല്ലാ ഫോർ എവരി n എടുക്കണം. അതായത് എക്സ് ഐ വൈ ഐ മോഡലുള്ള എല്ലാ ഫൈനൈറ്റ് പ്രൊഡക്റ്റുകളുടെയും കളക്ഷനാണ് നമ്മൾ എന്ത് പറയാ, അവിടുത്തെ പ്രൊഡക്റ്റ് ഓഫ് ഐഡിയൽ ആയിട്ട് പറയാം. അല്ലാണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ എക്സ് ഇൻറ്റു വൈ എക്സ് ബിലോങ്സ് ടു എ വൈ ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിരിക്കും. കാരണം അതൊരിക്കലും ഐഡിയൽ ആവില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം, രണ്ട് ഐഡിയലിന്റെ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബിനെ എങ്ങനെ ചൂസ് ചെയ്യും, സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് സം എക്സ് ഐ വൈ ഐ എക്സ് ഐ ബിലോങ്സ് ടു എ വൈ ഐ ബിലോങ്സ് ടു ബി ആൻഡ് ഫോർ എവരി എൻ ബിലോങ്സ് ടു എൻ. അതായത് എല്ലാ ഫൈനൈറ്റ് പ്രൊഡക്ട്സും എല്ലാ ഫൈനൈറ്റ് പ്രൊഡക്റ്റ് എക്സ് വൈയും എക്സ് ഐ ബിലോങ്സ് ടു എയും വൈ ബിലോങ്സ് ടു ബി. ഈ മോഡലാണ് എന്ത് പറയാ, പ്രൊഡക്റ്റ് പറയാം. പ്രൊഡക്റ്റ് എന്ന് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, അതിലടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയോളൂ. അത് ഇതാണ് ആ പ്രൊഡക്റ്റിന്റെ ഭാഗം. ഒന്ന് നോക്കി വെച്ചോളൂ. അടുത്തത് ഇന്റർസെക്ഷൻ ഓഫ് ഐഡിയൽസ് എന്തായിരിക്കും, എപ്പോഴും ഐഡിയൽ ആയിരിക്കും. അത് പ്രൂഫ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതിൽ പ്രൂഫ് ഇല്ല, റിമാർക്കായിട്ട് എഴുതിച്ചാണ്. യൂണിയൻ ഓഫ് ഐഡിയൽസ് ഐഡിയൽ ആവണമെന്നില്ല. ഐഡിയൽ ആവണമെന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കൗണ്ടർ കാണിച്ചാൽ മതി. അപ്പൊ ഫോർ എക്സാമ്പിൾ 2z 3z എടുക്കാന്നിരിക്കുക. അപ്പൊ 2z 3z എടുത്തു. ഇതിന്റെ യൂണിയനിൽ ഏതൊക്കെ ഉണ്ടാവും, 2z എന്ന് പറഞ്ഞാൽ 2 4 പ്ലസ് ഓർ മൈനസ് 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 6. ഈ മോഡലിലാണ് എന്ത് 2z വരാം. 3z എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 6 പ്ലസ് ഓർ മൈനസ് 9 ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഇതിൽ രണ്ട് എലമെന്റ് ആണ് 2ഉം 3ഉം അല്ലേ. അതായത് ഇതിന്റെ യൂണിയൻ എന്ന് പറയുന്നത് ഇത് മൊത്തം ഉണ്ട്. അപ്പൊ ഇതില് ഒരു എലമെന്റ് ആണ് 2ഉം 3ഉം. ഈ 2 + 3 എന്ന് പറഞ്ഞാൽ എന്താ, 5 പക്ഷെ ഈ 5 എന്ന് പറയുന്നത് ഇതിന്റെ യൂണിയനിൽ ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇത് എന്താവില്ല, ഐഡിയൽ ആവില്ല. സബ് ഗ്രൂപ്പ് വരെ ആവില്ല. പിന്നെ എങ്ങനെ അത് ഐഡിയൽ ആവുക? ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണെങ്കിലും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇത് അഡിറ്റീവ് സബ് ഗ്രൂപ്പ് പോലും ആവാത്തതുകൊണ്ട് ഇത് ഐഡിയൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ സെഡിന്റെ ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് a+b = l ഐഡിയൽ ജനറേറ്റഡ് ബൈ l എന്ന് എഴുതാം. അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അങ്ങനെ ഇത് പ്രോബ്ലംസ് ആയിട്ടാണ്. പ്രോബ്ലംസ് അങ്ങനെ അധികം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ ചോദിക്കില്ല. കൂടുതൽ തിയറംസ് തന്നെയാണ്. ഈ ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് മറ്റേ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റിവിറ്റി, ആ കാര്യങ്ങളൊക്കെ അതുള്ളൂ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഈ മോഡുലാർ ലോ എന്ന് പറഞ്ഞതുള്ളത് നോക്കി വെച്ചോളൂ. അതായത് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി പ്ലസ് എ ഇന്റർസെക്ഷൻ ബി ഇഫ് എ കണ്ടെയ്ൻസ് ബി ഓർ എ കണ്ടെയ്ൻസ് സി.
ഇതൊന്ന് നോക്കി വെച്ചോ. ഇത് ചിലപ്പോൾ നമുക്കൊരു പ്രൂഫിൽ ആവശ്യം വരും. അതായത് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എ പ്ലസ് എ ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എ കണ്ടെയ്ൻസ് ബി, അതായത് എയുടെ ഉള്ളിലായിരിക്കണം ഏത് ബി കിടക്കേണ്ടത്, ഓർ എയുടെ ഉള്ളിലായിരിക്കണം ഏത് കിടക്കേണ്ടത്, സി കിടക്കേണ്ടത്. ഓക്കെ. ഇനി ഈ സെഡിലെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഇമ്പോർട്ടൻ്റാ. അതായത് സെഡിലെ പ്രോപ്പർട്ടി, സെഡിലാണ് ഇത് മൊത്തം പ്രൂഫ് വരാ, അതായത് പ്രൂഫ് അല്ല പ്രോബ്ലംസ് വരാം. അപ്പൊ സെഡിന്റെ കുറച്ച് ഞാൻ അന്ന് പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എല്ലാ പ്രൂഫും ഭയങ്കര എളുപ്പമാണ്. ഇനി അടുത്ത് കോപ്രൈം ഓർ കോ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോപ്രൈം ഓർ കോ മാക്സിമൽ, അതിന്റെ അർത്ഥം എന്താ? ടു ഐഡിയൽസ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി കോപ്രൈം ഇഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വണ്ണിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സെറ്റ് ആയിരിക്കണം. അതായത് എയും ബിയും കോപ്രൈം അല്ലെങ്കിൽ കോ മാക്സിമൽ എന്ന് പറയണെന്ന് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു ഐഡിയലാണ്, നമുക്ക് അറിയാം. ആ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാവണം? അവിടെ ഫുൾ സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ എനും ബിനും കോപ്രൈം എന്ന് പറയും. ഓക്കെ. ഇപ്പൊ നമുക്കൊരു മാക്സിമൽ ഐഡിയയിൽ എം കിട്ടി. പിന്നെ ഈ മാക്സിമൽ ഐഡിയയിൽ ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് വൈ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ എമ്മും ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ വൈ എന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. കാരണം ഈ മാക്സിമൽ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഓ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല കറക്റ്റാ. അതായത് എമ്മിൽ ഇല്ലാത്ത ഒരു എലമെന്റ് വൈയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എം പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെറ്റ് കിട്ടിയേ പറ്റൂ. കാരണം എം പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എം പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ വൈ ആ. അതുകൊണ്ട് പക്ഷെ എം മാക്സിമല, അതുകൊണ്ട് അതിന് പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യണ ഒരു ഇതുണ്ടെങ്കിൽ അത് എന്തായാൽ പറ്റൂ? ഐഡിയൽ ജനറേറ്റഡ് 1 ആയേ പറ്റൂ. അതുകൊണ്ട് ഈ എമ്മും ഐഡിയൽ ജനറേറ്റഡ് വൈയും ആണെങ്കിൽ കോപ്രൈം നമുക്ക് വേണമെങ്കിൽ പറയാം. മാക്സിമൽ ഐഡിയലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അടുത്തേക്ക് പോവാം. If A and B are coprime ideals, then A intersection B equal to AB. ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പക്ഷെ ഇത് ചോദിക്കാറുള്ളതാ. ഇത് എളുപ്പമാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് വലിയ വലിയ പ്രൂഫുകളൊക്കെ കണ്ടു പോവാം. വലിയ പ്രൂഫൊക്കെ എടുത്തെടുത്ത് പോവാം. ഡയറക്ട് പ്രൊഡക്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാലോ. അതായത് നമ്മൾ സാധാരണ എ ക്രോസ് ബി മോഡലിൽ തന്നെ ഡിഫൈൻ ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെയും ഡയറക്ട് പ്രൊഡക്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചത്. എന്താണ് ഡയറക്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ എ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n. എ ഐ എന്ന് പറഞ്ഞാൽ എന്താ? A1 ക്രോസ് A2 ക്രോസ് എക്സിട്ര ക്രോസ് AN. അതിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? x1 x2 എക്സിട്ര xn. വേർ x1 എന്ന് പറയുന്നത് അവിടുത്തെ എലമെന്റ് A1ലെ, x2 എന്ന് പറയുന്നത് A2ലെ, എക്സെട്ര xn എന്ന് പറയുന്നത് ANലെ എലമെന്റ്. ആ മോഡലുള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്റ്റ്, ഡയറക്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തന്നെ മറ്റേ സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് തന്നെ. ഇവിടെ അതിന് വരെ നമ്മൾ എന്തെടുക്കും? ഓരോ സെറ്റിന് വരെ റിങ്സ് എടുക്കും. റിങ്സിന്റെ ഡയറക്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഒരു റിംഗ് ആയിരിക്കും. അത് എന്ത് തന്നെയായിരിക്കും? ഒരു റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റ് ആയിരിക്കും. ഓക്കെ. എന്നിട്ട് ഇവിടെ 5 ഫ്രം ടു പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n AI. അങ്ങനെയല്ല, A over AI. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 ഓഫ് എയിലോ ഒരു എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? എക്സ് പ്ലസ് A1 എക്സ് പ്ലസ് A2 എക്സ് പ്ലസ് AN. ആ മോഡലിലേക്ക് മാപ്പ് ചെയ്യും. ആ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹോം ഓഫീസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ജസ്റ്റ് നമ്മ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ റിങ്സ് ഏതൊക്കെയാണ് റിങ്സ് എന്ന് പറഞ്ഞെടുത്ത് എന്ത് എ എന്ന് പറയുന്നത് റിംഗ് ആയിട്ട് എടുത്തു. അതിന്റെ ഐഡിയൽസ് ആണ് ഏതൊക്കെയും? A1 A2 എക്സിട്ര AN എന്ന് പറയുന്നത് അതിന്റെ ഐഡിയൽസ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇത് ഐഡിയൽ ആയതുകൊണ്ട് A over A1 ഉണ്ടാവും, A over A2 ഉണ്ടാവും, അതുപോലെ A over AN ഉണ്ടാവും. ഇതൊക്കെ എന്താ? കോഷ്യൻ റിങ്സാ. അപ്പൊ ഈ A over അപ്പൊ ഇത്
നമുക്ക് ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചൂടെ? ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യണേ? പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n a over a എന്ന് പറഞ്ഞ എഴുതി വെച്ചത്. ഇനി നമുക്ക് എന്ത് ഒരു ഹോമോമോർഫിസം ഫൈ എങ്ങനെ ചൂസ് ചെയ്യണേ? എവിടെ നിന്ന് എങ്ങോട്ടാ? എന്ന് പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n a. ഇതെങ്ങനെയാ ചൂസ് ചെയ്യാ? ഒരു എക്സിനെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും? എക്സ് പ്ലസ് എ ഐ കോമ എക്സ് പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സിട്ര എക്സ് പ്ലസ് an. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. എങ്ങനെ മാപ്പ് ചെയ്യാന്നൊക്കെ ഒന്ന് ചിന്തിച്ചു വെച്ചാൽ മതി. എളുപ്പല്ലേ അത്? ആ ഫൈ എന്ന് പറഞ്ഞൊരു ഹോം ഓഫീസ് ആണ്. നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം പോലില്ല, നമുക്ക് ഡയറക്റ്റ് കിട്ടും. കാരണം ഹോം ഓഫീസിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ മതി. എങ്ങനെ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് ഐ ആന്ന് നോക്കാം. ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ഐ ആന്ന് നോക്കാം. ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ് നോക്കാം. ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണോ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പ്രൊപ്പോസിഷന്റെ ഒരു ബാക്കിയാണ്. അതായത് എ ഐ എ ജെ ആർ കോപ്രൈം വെൻ എവർ ഐ നോട്ട് ഈക്വൽ ടു ജെ ദെൻ. അതായത് രണ്ടെണ്ണം കോപ്രൈം ആണെങ്കിൽ എ ഐ അല്ലെ എ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആന്ന് അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു പ്രൂഫ് നമുക്ക് നോക്കിയാൽ മതി, അത് എളുപ്പമാണ്. ഇതിന്റെ ജനറൽ പ്രൂഫ് ആണ് ഈ പ്രൊഡക്റ്റ് രണ്ടെണ്ണല്ലേ ഉള്ളൂ. ജനറലായിട്ട് n പ്രൊഡക്റ്റ് എടുത്തു. ഐ ഈക്വൽ ടു 1 to n എ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n എ ഐ ആണെന്ന്. അത് ജനറൽ പ്രൂഫ് ആയിട്ട് ആണ് ഈ ഇവിടെ എഴുതി വെച്ചത്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഒരു സൈഡ് എപ്പോഴും എളുപ്പമാണ്, ഒരു സൈഡ് ഡയറക്റ്റാ, മറ്റേ സൈഡ് മാത്രം നമുക്ക് കുറച്ച് ചെയ്യാനുള്ളൂ. ഈ ഒരു തിയറം നമ്മ നോക്കണ്ട, കാരണം ഈ തിയറം അധികം ഇത് തന്നെ ഈ തിയറം അധികം ഇതിന്റെ ഈ 3 ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഈ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല പഠിക്കാൻ. പിന്നെ അധികം ചോദിച്ചും കണ്ടിട്ടില്ല. അതിൽ ആ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്, പക്ഷെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ അധികം ചോദിക്കാറില്ല. ഈ പ്രപ്പോസൽ ഞാൻ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. അതായത് A1 8 വെച്ചിട്ട് ഇല്ല, ഇതങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടുള്ള പ്രൂഫ് അല്ല. ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. അതായത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ അധികം ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല, ഇതൊക്കെ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് പറയാം. അതായത് ഏതെങ്കിലും തിയറം നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് അപ്പൊ തന്നെ എടുത്ത് തരാത്. അതായത് ഏതെങ്കിലും തിയറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിട്ടുണ്ടെങ്കിൽ ഈ ഐഡിയൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. കാരണം അതിനി സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഒക്കെ അധികം വരും. അത് ഐഡിയൽ കോഷ്യന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡിയൽ കോഷ്യന്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം? 2 ഐഡിയൽ വേണം. അതായത് എ ആൻഡ് ബി ആർ 2 ഐഡിയൽ. അതായത് 2 ഐഡിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തമ്മിലുള്ള ഐഡിയൽ കോഷ്യന്റ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഐഡിയൽ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐഡിയൽ എ ബി. ഇതിന്റെ ഐഡിയൽ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു മറിച്ചൊന്നും എഴുതാൻ പറ്റില്ല. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് തന്നെ എഴുതണം. അതെന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബിലോങ്സ് ടു റിംഗ് എ സച്ച് ദാറ്റ് എക്സ് ഇൻറ്റു ഐഡിയൽ ബി ഈക്വൽ ടു സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ് കിട്ടണം. ഇത് ഞാൻ തിരിച്ചു മറിച്ച് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം തന്നെ ഇതാ. അതായത് ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് എങ്ങനെയാ? റിങ്ങിലുള്ള എലമെന്റ്സ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ റിങ്ങിന്റെ ഉള്ളിൽ ഈ ഐഡിയൽ കോഷ്യന്റിന്റെ ഉള്ളിൽ ഒരു എക്സ് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എക്സ് ഇൻറ്റു ബിയിലെ ഒരു എലമെന്റ് വൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിയിലെ ഒരു എലമെന്റ് നമ്മൾ എടുത്തു, അത് മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ തന്നെ ഉണ്ടാവണം? എയിൽ തന്നെ ഉണ്ടാവണം. അതിന് നമ്മൾ ഈ മുകളിൽ എക്സ് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ എഴുതിയിട്ടാണ്. അതായത് എക്സ് ഇൻറ്റു ബിയിലൊരു എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് തിരിച്ചു എഴുതുമ്പോൾ ഇതിന്റെ ഡെഫിനേഷനും മാറും. എക്സ് ബിലോങ്സ് എ സബ്സെറ്റ് എക്സ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാവും. അതുകൊണ്ട് ഞാൻ തിരിച്ചു മറിച്ചൊന്നും എഴുതരുത് എന്ന് പറഞ്ഞത്. നമ്മൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് ഐഡിയൽ കോഷ്യന്റ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഐഡിയൽ കോഷ്യന്റ് ബി എ ഒരിക്കലും ആവില്ല എന്നല്ല, ആവണമെന്നില്ല. ഓക്കെ, ഈ ഡെഫിനേഷൻ ബുദ്ധിമുട്ടില്ലല്ലോ. കാരണം എക്സ് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിയതിന്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു ബിയിലൊരു എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. അപ്പൊ അത് എവിടെ ഉണ്ടാവും? ഐഡിയൽ കോഷ്യന്റ് എ ബിയിലായിരിക്കും എക്സ് എടുക്കുക.
ഇനി അടുത്തത് അനിഹിലേറ്റർ എന്താന്ന്. അനിഹിലേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ബി ഈക്വൽ ടു 0. അതായത് നമുക്ക് നേരത്തെ ഇതിന്റെ ഡെഫിനേഷൻ പോലെ തന്നെ അത് കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് എങ്ങനെ കിട്ടാം? ഇവിടെ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് 0 ബി, ഐഡിയൽ കോഷ്യന്റ് 0 ബി ആണ് എന്ത്? നമ്മുടെ അനിഹിലേറ്റർ എന്ന് പറഞ്ഞ അനിഹിലേറ്റർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ കോഷ്യന്റ് 0 ബി. 0 ബിയുടെ ഡെഫിനേഷൻ വെച്ച് എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ബി സബ്സെറ്റ് ഓഫ് 0. അതായത് 0 ഐഡിയലിൽ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് ബി സബ്സെറ്റ് ഓഫ് 0 എന്ന് എഴുതുന്നതിന് പകരം എക്സ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. അതിനോട് ഈക്വൽ ടു 0 എഴുതി വെച്ചാണത്. ഓക്കെ, ആ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഡയറക്റ്റ് നമ്മുടെ തൊട്ട് മുകളിലത്തെ ആ ഡെഫിനേഷൻ വെച്ച് തന്നെയാണ് അനിഹിലേറ്റർ എന്ന് പറഞ്ഞിട്ട് വന്നത്. പക്ഷെ അനിഹിലേറ്റർ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അനിഹിലേറ്ററിന്റെ ഇടയ്ക്ക് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെയാണ് കാണാം അനിഹിലേറ്റർ ഇടയ്ക്ക് വെച്ച് ചോദിച്ചാണത്. ഓക്കെ. ഇത് ചില സമയത്ത് നമുക്ക് കാണാം. അതായത് നമ്മൾ സാധാരണ രണ്ട് ഐഡിയൽ വെച്ചാണ് എഴുതുക. ഐഡിയൽ ക്വസ്റ്റ്യന്റെ എ ബി രണ്ട് ഐഡിയൽ വെച്ചാണ് എഴുതുക. ചില സമയത്ത് കാണാൻ പറ്റും ഐഡിയൽ എ ഒരു എലമെന്റ് എക്സ് വേണമെങ്കിൽ എഴുതും. ആ എലമെന്റ് എക്സ് ശരിക്കും എലമെന്റ് എക്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ആണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഐഡിയൽ ക്വസ്റ്റ്യന്റ് കണ്ടുപിടിക്കുന്നത് ഒരു എലമെന്റ് വെച്ചല്ല നമ്മൾ കണ്ടുപിടിക്കുക. എപ്പോഴും രണ്ട് ഐഡിയൽ വേണം. അപ്പൊ ഈ ഒരു എലമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതെന്താ? ആ എലമെന്റ് ജനറേറ്റ് ചെയ്യണ ഐഡിയലിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഐഡിയൽ കോഷ്യന്റ്. ഇത് പേര് ഐഡിയൽ കോഷ്യന്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇത് ഐഡിയ നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഐഡിയ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്യാൻ പോണത്. ഇത് ഐഡിയ എന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ എന്ത് കാണിക്കണം? അതൊരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണ്. പിന്നെ ഐഡിയലിന്റെ പ്രോപ്പർട്ടി ഏതാ? റിംഗിലൊരു എലമെന്റ് ഇൻറ്റു ഐഡിയലൊരു എലമെന്റ് എവിടെ ഉണ്ടാവണം? ഐഡിയലിൽ ഉണ്ടാവണം. അപ്പൊ ആദ്യം ഇത് നോൺ എം ടി ആന്ന് കാണിക്കും. നോൺ എം ടി ആന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് തന്നെ നമ്മൾ സാധാരണ നോൺ എം ടി ആണെന്ന് കാണിക്കണം മെത്തേഡ് തന്നെ. 0 എവിടെ നിന്ന് കാണിക്കും? ഐഡിയൽ ക്വസ്റ്റ്യൻ എ ബിയിൽ നിന്ന് കാണിക്കും. അത് 0 ഇൻറ്റു ഐഡിയൽ ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 0 തന്നെയല്ലേ? ഈ 0 എപ്പോഴും ഏത് ഐഡിയലിലുണ്ടല്ലോ? എല്ലാ ഐഡിയലിന്റെ ഉള്ളിലും 0 ഉണ്ടാവും. അപ്പൊ ഐഡിയലിൽ ഉണ്ടാവും. അതായത് 0 ഇൻറ്റു ബി സബ്സെറ്റ് ഓഫ് എന്താ? എ. അതുകൊണ്ട് 0 ബിലോങ്സ് എന്താന്ന് കിട്ടും? ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി ആന്ന് കിട്ടും. അതുകൊണ്ട് ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി നോൺ എം ടി ആ. അതുകൊണ്ട് നമുക്ക് ഒരു എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി എടുക്കാം. രണ്ട് കുത്ത്. y ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി എടുക്കാം. ഇനി എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി ഏതാണ്ട് എക്സ് ബി സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? എക്സ് ഐഡിയൽ ബി സബ്സെറ്റ് ഓഫ് ഐഡിയൽ ആയിരിക്കും. അതുപോലെ y ഐഡിയൽ ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. ആണ് ഇവിടെ എഴുതി വെച്ചാണ് നമ്മുടെ ഐഡിയൽ ക്വസ്റ്റ്യന്റെ ഡെഫിനേഷൻ. അപ്പൊ എക്സ് ബി സബ്സെറ്റ് ഓഫ് എയും വൈ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അതുകൊണ്ട് എക്സ് ബി പ്ലസ് വൈ ബി എന്തായിരിക്കും? എക്സ് ബി പ്ലസ് വൈ ബി എവിടെ ഉണ്ടാവും? എ തന്നെ ഉണ്ടാവും. കാരണം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ആണ്. അത് ഒരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എയിലെ രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും, എ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എക്സ് ബി പ്ലസ് വൈ ബി എവിടെ തന്നെ ഉണ്ടാവും? എ തന്നെ ഉണ്ടാവും. എക്സ് ബി പ്ലസ് വൈ ബി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ബി എന്ന് പറഞ്ഞ് എഴുതാം. അത് എവിടെ ഉണ്ടെന്ന് കിട്ടും? എയിലുണ്ടെന്ന് കിട്ടും. ഇത് ഐഡിയൽ ക്വസ്റ്റ്യന്റ് ഡെഫിനിഷൻ വെച്ച് എന്താന്ന് പറയാം? എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി എന്ന് പറയാൻ പറ്റും. ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിലെ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ? ആ എലമെന്റ് ഇൻറ്റു ബി സബ്സെറ്റ് ഓഫ് എന്തായിരിക്കണം? എ ആയിരിക്കണം. അപ്പൊ എക്സ് പ്ലസ് വൈ എവിടെ നിന്ന് കിട്ടി? ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിൽ ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് അത് എന്താന്ന് കിട്ടി? അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണിക്കണം? റിംഗ് ഒരു എലമെന്റും ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ തന്നെ എവിടെ നിന്ന് കാണിക്കണം? ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിൽ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ y ബിലോങ്സ് ടു എ എടുത്തു, എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി എടുത്തു. എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബി ഏതാണ്ട് എക്സ് ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ y ഇൻറ്റു എക്സ് ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? y ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഈ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും y വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഏതാ? y എക്സ് ബി സബ്സെറ്റ് ഓഫ് y എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എ ഐഡിയലല്ലേ? എയില് y എന്ന് പറയുന്നത് നമ്മുടെ റിംഗിലെ ഒരു എലമെന്റാ. റിംഗിലെ എലമെന്റും നമ്മുടെ ഐഡിയലും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് തന്നെ കിട്ടുള്ളൂ? ഐഡിയൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ y എക്സ് ബി എന്ന് പറയുന്നത് എവിടെ തന്നെ ഉണ്ടാവും? എയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ y എക്സ് ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പൊ ഈ വൈ എക്സ് എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടാവും? ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിൽ ഉണ്ടാവും. കാരണം ഐഡിയൽ ക്വസ്റ്റ്യന്റ് എ ബിയിലെ എലമെന്റ് എന്ന് പറയുന്ന
ആ എലമെന്റ് ഇൻറ്റു ബി ചെയ്യുമ്പോൾ എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. ഈ എലമെന്റ് ഇൻറ്റു ബി ചെയ്തപ്പോൾ എയിൽ ഉണ്ടായി, അതുകൊണ്ട് വൈ എക്സ് എവിടെ ഉണ്ടായി? ഐഡിയൽ കോഷ്യന്റ് എ ബിയിൽ ഉണ്ടായി, അതുകൊണ്ട് വൈ എക്സ് ബിലോങ്സ് ഐഡിയൽ കോഷ്യന്റ് എ ബിന്ന് കിട്ടും. അതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. അതായത് വൈ റിങ് എൽ എലമെന്റും എക്സ് എന്ന് പറയുന്നത് ഐഡിയൽ കോഷ്യന്റ് എ ബിയിലെ എലമെന്റും, അങ്ങനെയാണെങ്കിൽ വൈ എക്സ് എവിടെ ഉണ്ടെന്ന് കാണിച്ചു? ഐഡിയൽ കോഷ്യന്റ് എ ബിയിൽ ഉണ്ടെന്ന് കാണിച്ചു, അതുകൊണ്ട് ഐഡിയൽ കോഷ്യന്റ് എ ബി എന്തായി? ഐഡിയലായി. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് കഴിഞ്ഞു. ഇനി അടുത്ത റിസൾട്ടും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ, പക്ഷെ അത് നമുക്ക് പറയാം എന്തായാലും. ഈ റിസൾട്ട് ഇല്ലേ, ഐഡിയൽ കോഷ്യന്റ് അതൊരു ഐഡിയലാന്ന് പ്രൂവ് ചെയ്യാനുള്ളത്, അത് ചിലപ്പോൾ ചോദിക്കും. കാരണം ഐഡിയൽ കോഷ്യന്റിന്റെ ഡെഫിനേഷൻ എപ്പോൾ പഠിച്ചാലും തെറ്റിപ്പോവും. അത് മിക്കവാറും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാ. അതൊന്ന് നോക്കിയോളെ. അടുത്തത് നോക്കട്ടെ, വലുതാണ്. ഇത് ജസ്റ്റ് നമ്മ എന്താ പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സ് നമ്മ എടുക്കുകയാണ്. അനിഹിലേറ്റർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഐഡിയൽ കോഷ്യന്റ് 0 എക്സ്. ഞാൻ പറഞ്ഞു അനിഹിലേറ്റർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഐഡിയൽ കോഷ്യന്റ് 0 എക്സ്. ഞാൻ പറഞ്ഞു 0 ഐഡിയല, എക്സ് എന്ന് പറയുന്നത് ഐഡിയൽ അല്ല എലമെന്റ്. അപ്പൊ ഇത് ഇതിന്റെ അർത്ഥം വന്നിട്ട് ഐഡിയൽ കോഷ്യന്റ് 0 ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ്. അതാണ് ഈ അനിഹിലേറ്റർ ഓഫ് എക്സ്. അതായത് നോൺ സീറോ എലമെന്റ്സ്, ഇതിന്റെ അർത്ഥം വന്നിട്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആ യൂണിയന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നോൺ സീറോ എലിമെന്റ്സിന്റെ എല്ലാം അനിഹിലേറ്റർ എടുത്തു, അതിന്റെ യൂണിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡി എന്തായിരിക്കുന്നതാണ് ഇവർ കാണിക്കുന്നത്? ഈ ഡി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സീറോ ഡിവൈസസ് ആയിരിക്കുന്നു. അത് നോൺ സീറോ എലമെന്റ്സിന്റെ അനിഹിലേറ്റർ എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ സീറോ ഡിവൈസസിന്റെയും കളക്ഷനാണ് കിട്ടാന്ന്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യാൻ പോണേ? ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സ് എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോണതായിരിക്കും? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്നായിരിക്കും കാണിക്കാൻ പോണത്. അതുകൊണ്ട് ആദ്യം തന്നെ വൈ ബിലോങ്സ് ടു ഡി എടുത്തു. വൈ ബിലോങ്സ് ടു ഡി ആയതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ സീറോ ഡിവൈസസ് ആ. വൈ ബിലോങ്സ് ടു ഡി ആയതുകൊണ്ട് വൈ എന്താ? സീറോ ഡിവൈസറാ. അതുകൊണ്ട് there exists an x not equal to 0 such that xy equal to 0. അതാണ് എന്ത്? സീറോ ഡിവൈസറിന്റെ ഡെഫിനിഷൻ. സീറോ ഡിവൈസറിന്റെ ഡെഫിനിഷൻ എന്താ? എക്സ് നോട്ട് ഈക്വൽ ടു 0യും വൈ നോട്ട് ഈക്വൽ ടു 0യും എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിനും വൈനും എന്ത് പറയും? സീറോ ഡിവൈസർ എന്ന് പറയും. അതിനോട് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്തത്. വൈ സീറോ ഡിവൈസർ ആയതിന്റെ there exists some x, അത് സീറോ അല്ലാത്തൊരു എക്സ് ഉണ്ട്. ആ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചത്. വൈ എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഒരു സെഡ് എന്ന് പറയുന്നത് ഏലൊരു എലമെന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വൈ എക്സ് ഇൻറ്റു സെഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അടുത്ത വരി ഒന്ന് നോക്കിയോളെ. അടുത്ത വരി ഒന്ന് നോക്കിയേ. വൈ ഇൻറ്റു സെഡ് എക്സ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഫോർ എവരി സെഡ് ബിലോങ്സ് ടു. കാരണം ഏത് സെഡ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? അത് 0 എന്ന് കിട്ടും. ഈ സെഡ് എക്സ് എന്ന് പറയുന്നത് എന്താ? സെഡ് എക്സ് ഫോർ എവരി സെഡ് ബിലോങ്സ് ടു. അതാണ് എന്ത്? ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ്. അപ്പൊ വൈ ഇൻറ്റു ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്തെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. അതായത് അത് സബ്സെറ്റ് ഓഫ് 0. നമ്മുടെ ഐഡിയൽ കോഷ്യന്റ് 0 ഐഡിയൽ എക്സ്, അതിന്റെ ഡെഫിനേഷനിലേക്ക് അല്ലേ പോയിക്കൊണ്ടിരിക്കണേ. ഈ വൈ എവിടെ കിടക്കണ്ടെന്ന് കിട്ടും? ഐഡിയൽ കോഷ്യന്റ് 0 ഐഡിയൽ എക്സ്. അതാണ് എന്ത്? ഈ 0 ഐഡിയൽ എക്സിനെ എന്താ പറയാ? അനിഹിലേറ്റർ ഓഫ് എക്സ് എന്ന് പറയാ. അതുകൊണ്ട് വൈ ബിലോങ്സ് എന്താന്ന് കിട്ടി? അനിഹിലേറ്റർ ഓഫ് എക്സ് ആന്ന് കിട്ടി. അനിഹിലേറ്റർ ഓഫ് എക്സ് വേറെ എക്സ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഏതിന്റെങ്കിലും ഒരെണ്ണത്തിന്റെ ഉള്ളിൽ അനിഹിലേറ്ററിൽ ഉണ്ടെങ്കിൽ അത് യൂണിയന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അതുകൊണ്ട് വൈ ബിലോങ്സ് ടു ഡി എടുത്തു. ആ വൈ എവിടെ ഉണ്ടെന്ന് കിട്ടി? ആ യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് ഒരു സൈഡ് നമ്മുടെ പ്രൂവ്ഡ് ആയി. ഇനി നമുക്ക് മറ്റേ സൈഡ് കാണിച്ചാൽ മതി അല്ലേ? മറ്റേ സൈഡിലേക്ക് നമ്മ എന്ത് ചെയ്തു? വൈ ബിലോങ്സ് യൂണിയൻ അനിഹിലേറ്റർ ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. ആ എക്സ് നോട്ട് ഈക്വൽ ടു 0 ഒക്കെ ഉണ്ട്, അതിലുണ്ട് എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ യൂണിയനിൽ ഒരു എലമെന്റ് യൂണിയനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ യൂണിയന്റെ ഉള്ളിൽ കിടക്കുന്ന എലമെന്റ്സ്, ആ സെറ്റുകളുടെ ഏതെങ്കിലും ഒരു സെറ്റിന്റെ ഉള്ളിലെങ്കിൽ ഏത് എടുക്കും? വൈ എടുക്കും. അപ്പൊ വൈ ബിലോങ്സ് ടു അനിഹിലേറ്റർ ഓഫ് എക്സ് ഫോർ സം എക്സ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? കാരണം യൂണിയന്റെ ഉള്ളിലുള്ള നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈ ബിലോങ്സ് ടു
ഏതോ ഒരു എക്സിന്റെ അനീലേറ്ററിന്റെ ഉള്ളിൽ ഏത് കിടക്കും? വൈ കിടക്കും. വൈ അനീലേറ്ററിന്റെ ഉള്ളിൽ കിടക്കണോണ്ട് എന്താ? വൈ ഇൻറ്റു ആ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്തായി കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. വൈ ഇൻറ്റു ഈ എക്സ് ജനറേറ്റ് ചെയ്യണ ഏത് എലമെന്റ് എടുത്താലും 0 ആയ, അതായത് വൈ ഇൻറ്റു സെഡ് എക്സ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. ഈ സെഡ് ബിലോങ്സ് ടു എ. അപ്പൊ നമ്മ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ഈ സെഡ് 1 എടുത്തു വന്നിരിക്കുക. അപ്പൊ വൈ ഇൻറ്റു എക്സ് എന്താന്ന് കിട്ടി? 0 എന്ന് കിട്ടി. വേറെ എക്സ് എന്താ? നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ വൈ നോട്ട് ഈക്വൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. വൈന്റെ എക്സ് എന്താന്ന് കിട്ടി? 0 ആന്ന് കിട്ടി. അതുകൊണ്ട് വൈ എന്താ? 0 ഡിവൈസർ ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി? വൈ ആ യൂണിയനിൽ എടുത്തിട്ട് വൈ 0 ഡിവൈസർ എന്ന് പറഞ്ഞാൽ വൈ ബിലോങ്സ് ടു ഡി ആന്ന് കിട്ടി. അപ്പൊ ആ യൂണിയനിൽ നിന്ന് വൈ എടുത്തിട്ട് അത് ഡിയിലുണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് ആ യൂണിയൻ സബ്സെറ്റ് ഓഫ് ഡി ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് രണ്ട് സൈഡും കിട്ടിയില്ലേ? രണ്ട് സൈഡും കിട്ടി കഴിഞ്ഞാൽ അത് രണ്ട് ഈക്വൽ ആയി കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലം ആണ് സെഡില്ല. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് രണ്ട് ഐഡിയൽ ജനറേറ്റ് 12ഉം ഐഡിയൽ ജനറേറ്റ് ബൈ 15 എടുത്ത് അതിന്റെ ഐഡിയൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണതാ. ഒന്നുമില്ല, ജസ്റ്റ് എളുപ്പമാണ്. ഈ പ്രിപ്പോസിഷൻ കുറച്ച് ലെങ്തി, അത് നമുക്ക് ആവശ്യം നമുക്ക് ലാസ്റ്റ് പറയാം. അത് കുറച്ച് വലിയ പ്രിപ്പോസിഷൻ, അത് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ഒരു ഡെഫിനേഷൻ കൂടി നമുക്ക് ഇന്ന് പറയാം. അതായത് ഈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയിൽ നമുക്ക് എ ഉണ്ട്. ഈ ഐഡിയലിന് ഒരു റാഡിക്കിൾ, അതായത് ഒരു ഐഡിയൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഐഡിയലിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റാഡിക്കിൾ ഓഫ് ദാറ്റ് ഐഡിയൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് റാഡിക്കൽ നമുക്ക് ഗാമ ഓഫ് എ എന്നൊക്കെ ഉണ്ടായിരുന്ന ഗാമ ഓഫ് എന്ന് ചിലപ്പോൾ ചിലർ ആർ ഓഫ് എന്നൊക്കെയും വായിക്കും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും റാഡിക്കൽ ഓഫ് എന്ന് തന്നെയാണ് പറയാ. അതിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടാ എക്സ് ബിലോങ്സ് ടു റിംഗ് എ സച്ച് ദാറ്റ് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു എ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. അതിന്റെ അർത്ഥം എന്താ? അതായത് റിങ്ങിലുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്, പക്ഷെ എക്സ് റേസ് ടു ഏതോ ഒരു പവർ ഇതിലുണ്ടാവണം, നമ്മുടെ ആ ഐഡിയലിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, അതായത് റാഡിക്കൽ ഓഫ് എയുടെ ഡെഫിനിഷൻ എന്താ? റിങ്ങിലുള്ള എലമെന്റ്സ് ആണ്. അത് റാഡിക്കൽ ഓഫ് ഒരു ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു ഏതോ ഒരു പവർ എവിടെ ഉണ്ടാവണം? ആ ഐഡിയലിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, റാഡിക്കൽ ഓഫ് ഒരു പി എടുത്തു തന്നിരിക്കുക. പി എന്ന് പറഞ്ഞിട്ട് പ്രൈം എന്ന് പറഞ്ഞിട്ട് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു ഒരു പ്രൈം ഐഡിയൽ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു പ്രൈം ഐഡിയൽ അല്ലേ? അതുകൊണ്ട് റാഡിക്കൽ ഓഫ് പി എന്ന് പറഞ്ഞപ്പോഴും തന്നെ ആയിരിക്കും പി ആയിരിക്കും. പ്രൈം ഐഡിയൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കോമൺലി ഒരു റാഡിക്കൽ ഓഫ് എ ചൂസ് ചെയ്ത് നമ്മൾ ഇരിക്കട്ടെ. ഈ റാഡിക്കൽ ഓഫ് എ എലമെന്റ്സ് എങ്ങനെയാ? എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു എ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു എ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. എപ്പോഴും എക്സ് റേസ് ടു സോറി റാഡിക്കൽ ഓഫ് എയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ പറയാൻ പറ്റുമോ? റാഡിക്കൽ ഓഫ് എയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? അത് എ സബ്സെറ്റ് ഓഫ് റാഡിക്കൽ ഓഫ് എ ആയിരിക്കും, അതോ റാഡിക്കൽ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും? നമുക്ക് നോക്കാം. അത് ഇപ്പൊ എയിൽ ഒരു എലമെന്റ് എക്സ് എടുത്തു, എക്സ് ബിലോങ്സ് ടു എ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? എക്സ് റേസ് ടു 1 ബിലോങ്സ് ടു എ അല്ലേ? നമുക്ക് n 1 ചൂസ് ചെയ്യാം. എക്സ് റേസ് ടു 1 ബിലോങ്സ് ടു എപ്പോഴും എ തന്നെയാണ്. അതുകൊണ്ട് ഈ എയിലെ എലമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവും? റാഡിക്കലിൽ ഉണ്ടാവും. അതായത് എക്സ് ബിലോങ്സ് ടു എ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? റാഡിക്കലിൽ ഉണ്ടാവും. അതുകൊണ്ട് എ എപ്പോഴും ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? റാഡിക്കൽ ഓഫ് എന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഒന്ന് നോക്കി, അത് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യണ ഒരു റിസൾട്ടാണ്. റാഡിക്കൽ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു ആ ഐഡിയയിൽ നമ്മൾ 0 കൊടുത്തു, എക്സ് റേസ് ടു എൻ ഈക്വൽ. അപ്പൊ എക്സ് റേസ് ടു എൻ ബിലോങ്സ് 0 എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ ദ മെൻ ഗ്രേറ്റർ ദാൻ 0. ഇതെന്താണ് സാധനം? എക്സ് റേസ് ടു എൻ ഈക്വൽ ടു 0 ഫോർ ദ മെൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മുടെ നിൽപോട്ടന്റ് എലമെന്റ്സിന്റെ കളക്ഷൻ. നിൽപോട്ടന്റ് എലമെന്റ്സിന്റെ കളക്ഷനല്ലേ നമ്മ എന്ത് വിളിക്കാറ്? നിൽ റാഡിക്കൽ എന്ന് പറഞ്ഞ് വിളിക്കാറ്. അപ്പൊ റാഡിക്കൽ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? നിൽ റാഡിക്കൽ ആണ്. ഓക്കെ, അടുത്തത് ആ റിമാർക്ക് ആയിട്ടുണ്ട്.
അത് റാഡിക്കൽ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻ ഐഡിയൽ കണ്ടെയ്നിങ് എ. അതായത് എ എപ്പോഴും എന്തിന്റെ ഉള്ളിലുണ്ടാവും? റാഡിക്കൽ ഓഫ് എന്റെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ ഈക്വലാവാം. ഈക്വലാവേണ്ട കേസ് എപ്പോഴാ? പ്രൈമറി ആകുമ്പോൾ അത് ഈക്വൽ ആയിരിക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും നിർത്താം. ബാക്കി നാളെ ഇടാം.